കോതമംഗലം പള്ളിയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിനെതിരെ സമിതിയുണ്ടാക്കി പ്രതിഷേധിച്ച പൗരപ്രമുഖരിൽ കത്തോലിക്ക സഭയിലെ ജനപ്രതിനിധികൾ അടക്കമുള്ളവരും മുസ്ലിം സഹോദരങ്ങളും ചേർന്നായിരുന്നു. ഇത് ആരും മറന്നുപോകരുത്. ഒരു സഭയിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള കോടതി തീർപ്പാക്കിയ വിഷയത്തിൽ ഇടപെട്ട് പരമാവധി വഷളാക്കിയതിൽ പൗരസമിതിയുടെ ഇടപെടൽ എടുത്തു പറയേണ്ടതാണ്. ഓർത്തഡോക്സ് സഭയിലെ രണ്ട് വിഭാഗങ്ങളും യോജിക്കുന്നതിൽ പല സഭകൾക്കുമുള്ള വിമിഷ്ടം ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. കൂനൻകുരിശ് സത്യത്തിന് ശേഷമുള്ള മാർത്തോമാ നസ്രാണികളുടെ നിർഭാഗ്യകരമായ വേർപിരിയലുകൾ മലങ്കര സഭയെ തളർത്തുകയായിരുന്നോ അതോ വളർത്തുകയായിരുന്നോ എന്ന് വിഭജനവാദികൾ ചിന്തിക്കണം. വീണ്ടും ഒരേ വിശ്വാസവും ഒരേ ആരാധനയുമുള്ള ഓർത്തഡോക്സ് സഭയിലെ രണ്ട് വിഭാഗങ്ങളും വിഭജിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ആരുടെയും നന്മ ആഗ്രഹിക്കുന്നവരല്ലെന്ന് എടുത്തു പറയാതിരിക്കാൻ വയ്യ. യോജിച്ചു നിന്ന സമയത്തെ സഭയുടെ നേട്ടങ്ങളെ പറ്റി പൗരോഹിത്യം തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അജ്ഞത നടിക്കുകയാണ്. മലങ്കര സഭയിലെ വിശ്വാസികൾ ഒന്നിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി ചിന്തിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ യാക്കോബായ വിഭാഗത്തിലെ പൗരോഹിത്യ നേതൃത്വം വിദ്വേഷം നിറച്ചു വെച്ചിരിക്കുകയാണ്. അതിന്റെ കൂടെ ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തിൽ കേരളത്തിലെ NSS ഒഴിച്ചുള്ള മുഴുവൻ മത സാമുദായിക സംഘടനകളും അനാവശ്യമായി ഇടപെടുന്നതും പ്രശ്നം വഷളാക്കാനാണ് സഹായിക്കുന്നത്. ഈ ചൂട്ട് പിടിച്ചു കൊടുക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം: നാളെ നമുക്കും ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന്. കാലം എല്ലാത്തിനും കണക്ക് പറയിക്കും. നമുക്ക് കാത്തിരിക്കാം.